അമ്മേ, ആ ചേച്ചി വാ കേറി ഇരിക്കേ. എന്താ വീട്ടെന്ന് ഒന്നും പറയാണ്ട്? എനിക്ക് എന്റെ വീട്ടിൽ വരാൻ നിന്റെ പെർമിഷൻ വേണോ? ശ്യാമേച്ചി എന്നാ ഇങ്ങനെയെല്ലാം പറയുന്നു? ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് പറഞ്ഞല്ലോ. എനിക്ക് ബസിന്റെ സമയായി, നമുക്ക് വൈകുന്നേരം വന്നിട്ട് കാണാട്ടാ. വരുന്നേ. ശ്യാമേ, നീ എന്നാണ് ഒന്നും പറയാണ്ട് വന്നിന്? നിങ്ങൾക്കെല്ലാം എന്തെന്നാന്നമ്മേ? നിങ്ങൾക്ക് എല്ലാവർക്കും വെത്തില് വെച്ചാൽ എനിക്ക് ഇങ്ങോട്ടേക്ക് വരാവുന്നുണ്ടാ? നീ എന്താണ് ഇങ്ങനത്തെ വർത്താനം പറയുന്നത്? നീ എപ്പോ വിളിച്ചിട്ടല്ലേ വരത്തുള്ളൂ? പിന്നെ രാജേഷും പിള്ളേരും ആരും കൂടെയില്ല. പിന്നെ ഞാൻ ചോദിക്കണ്ടേ? പിള്ളേർ വൈകുന്നേരം സ്കൂൾ വിട്ടാ ഇങ്ങോട്ട് വന്നോളൂ. അപ്പൊ രാജേഷോ? ആന്നാണേ ഓന്റെ പേര് പറയുമ്പോ എന്റെ മുഖം ഇങ്ങനെ വീർത്ത് വീർത്ത് വരുന്നു. എന്നാണേ, എന്തെങ്കിലും പ്രശ്നമുണ്ടാ? കാര്യം എന്നാന്നൊന്നും എന്നോട് ഇപ്പൊ ചോദിക്കണ്ട. ഞാനിനി ഇപ്പൊ ഒന്നും അങ്ങോട്ടേക്ക് പോകുന്നില്ല. എനിക്കിനി അയാളോട് ജീവിക്കണ്ട. കല്യാണം കഴിഞ്ഞ് പോയ വീട്ടില് സമാധാനം ഇല്ല ഇല്ല എന്ന് പറഞ്ഞിട്ട് നിനക്ക് നിന്റെ അച്ഛൻ സ്വന്തമായിട്ട് ഒരു വീട് എടുത്തു വെച്ചെന്ന്. അവിടെ നീയും നിന്റെ മക്കളും ഭർത്താവും മാത്രമേ ഉള്ളൂ. ഇപ്പൊ നിനക്ക് അവിടെ സമാധാനം ഇല്ലാണ്ടായാ? രാജേഷിന് ഇത്രയും കാലം ഒരു കുഴപ്പമില്ലേനല്ലോ. അമ്മക്കപ്പൊ ഞാൻ പറയുന്നതിനേക്കാളും വിശ്വാസം അയാളെയാണോ? അള്ളും കുടിച്ച് ആടി ആടി വരുന്ന അയാളെ കൂടെ ഇനി ഞാൻ ആ വീട്ടിൽ താമസിക്കൂല. അങ്ങനെയല്ല മോളെ, ഓന് കുടിക്കുന്ന ശീലമൊന്നും ഇല്ലേനല്ലോ. ഓനെ കുട്ടിക്കാലം മുതൽ അറിയുന്നില്ലേ നമുക്കെല്ലായിരിക്കും. അതുകൊണ്ട് തന്നെയല്ലേ നിങ്ങളെ ഇഷ്ടം പറഞ്ഞൊരു അച്ഛൻ പൂർണ്ണ സമ്മതത്തോടെ നടത്തി തരുകയും ചെയ്തതാ. പിന്നെ എനിക്ക് ആ വീട്ടിൽ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അച്ഛന്റെ സമ്പാദ്യം മൊത്തം എടുത്തിട്ടാ നിങ്ങൾക്കൊരു വീട് ആടെ വെച്ചന്ന്. ആടെ മര്യാദയ്ക്ക് നിക്കല്ലേ വേണ്ടു. അതിനും പകരം ഇവിടത്തേക്ക് വന്നിട്ട്. അമ്മേ, ഇതെന്റെ കൂടെ വീടല്ലേ. എനിക്ക് ഇവിടെ തോന്നുമ്പോ ഞാൻ വരും, തോന്നുന്ന അത്രയും ഞാൻ നിൽക്കൂ. എന്നെ ചോദ്യം ചെയ്യാൻ ആരും നിൽക്കണ്ട. അമ്മേ, ഒരു ഗ്ലാസ് ചായ വെച്ചിരോ? എനിക്ക് നല്ല തലവേദന. നമ്മളെ നേരത്തെ വെച്ച് കുടിച്ചിട്ടാണ്. ഇനി അമ്മേനെ കൊണ്ടാക്കിക്കണ്ട. നീ തന്നെ ഡ്രസ്സെല്ലാം മാറ്റി വന്നിട്ട് വെച്ച് കുടിച്ചോ. മോളെ ചായ ഇതാ. എന്നാന്ന് മുഖം പോലെ? നീ എന്തെങ്കിലും പറഞ്ഞാണേ ഓളാ? ഇതൊക്കെ എന്റെ അടുത്ത് തമാശയല്ലേ അമ്മേ? എന്തിനാണേ ചേട്ടാ നീതോ? ഞാനിനി കുറച്ച് നാളുകൂടി ഉണ്ടാവും. എന്റെ ഇടയിൽ ഇനി നമ്മൾ എന്തൊക്കെ തമാശ കളിക്കാൻ പോകുന്നല്ലേ.